പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം അറിയിക്കുവാനായിട്ട് ലഭിച്ച അവസരത്തെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇപ്രകാരം ലോകമെമ്പാടും ഈ മീഡിയയിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കട്ടെ. ഇപ്രകാരം നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനായിട്ട് ലഭിക്കുന്ന ഈ അവസരം വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. സ്വർഗത്തിലെ ദൈവം എളിയവനെ അതിനെ പ്രാപ്തനാക്കിയതിൽ ദൈവത്തിന് ഹൃദയംഗമായി ദൈവത്തോട് നന്ദി അറിയിക്കുന്നു. ഇന്ന് നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളോട് ഏവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കട്ടെ. സ്നേഹം വലിയവനായ ദൈവം നിങ്ങളീ നാളുകളിൽ ഈ ശുശ്രൂഷയാൽ അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഞങ്ങളെ ആ കാര്യം വിളിച്ചറിയിക്കണം. വിവിധ നിലയിൽ പലരും അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന് അറിയുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള ശുശ്രൂഷകൾക്ക് കൂടുതൽ അത് പ്രോത്സാഹനജനമായിരിക്കും. ഈ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് സമയമുള്ള സമയങ്ങളിൽ അത് നിങ്ങൾക്ക് സന്ദർശിക്കാം എന്നുള്ള കാര്യം കൂടെ അറിയിക്കുന്നു. നമ്മൾ ഈ നാളുകളിൽ ചിന്തിച്ചു വരുന്നത് പഴയ നിയമ ദേവാലയത്തെക്കുറിച്ചും അതിൻ്റെ ഉപകരണങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ആരാധന ഉപകരണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. അവിടെയുള്ള രണ്ട് ഉപകരണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഒന്ന് കവരവിളക്കായിരുന്നു, അതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാഴ്ചയപ്പത്തിൻ്റെ മേശയെക്കുറിച്ചാണ്. കാഴ്ചയപ്പത്തിൻ്റെ മേശയിലുള്ള ആ അപ്പത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അത് യേശുക്രിസ്തുവാണെന്നും യേശുക്രിസ്തുവിൻ്റെ നിഴലാണെന്നും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. വിശ്വാസികളാകുന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവം ഇതുപോലെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. എന്നാൽ നമ്മൾ അടുത്തതായിട്ട് ഇനിയും ആ ഭാഗത്തുനിന്ന് തന്നെ ചില കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മളിവിടെ കാണുന്നത് 12 അപ്പങ്ങൾ അത് കൊണ്ടുവരാനായിട്ട് ദൈവം പറഞ്ഞു. അത് 2 ഇടങ്ങഴി വീതമായതുകൊണ്ട് ആകെ ഏകദേശം 24 ഇടങ്ങഴി അപ്പമാണ്. ആ മാവാണ്, അതിൻ്റെ അപ്പമാണ് ഈ 12 അപ്പങ്ങളായിട്ട് കൊണ്ടുവരുന്നത്. നമ്മളിവിടെ ശ്രദ്ധിക്കുമ്പോൾ അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് ഈ അപ്പം മേശമേൽ വെച്ചിരിക്കുന്നത് അതിൻ്റെ സമയം കഴിയുമ്പോൾ അത് പുരോഹിതന്മാർക്ക് ഭക്ഷിക്കുവാനായിട്ട് ദൈവം കൊടുക്കുവാനായിട്ട് ദൈവം പറഞ്ഞു. മറ്റാർക്കും തന്നെ ഭക്ഷിക്കുവാനായിട്ട് അവകാശമില്ല. പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യുന്ന ദേവാലയത്തോടനുബന്ധിച്ച് ദേവാലയ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു വഴിയായി നമുക്ക് ഈ ഭാഗത്തെ കാണുവാനായിട്ട് കഴിയും. നമ്മൾ ഇതിൽ നിന്ന് വലിയ ഒരു ആത്മീയ സത്യം കൂടെ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നു. ഒന്ന്, ദൈവം അവരെക്കുറിച്ച് അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നവരെക്കുറിച്ച് ദേവാലയ ശുശ്രൂഷകൾ ദേവാലയ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ദൈവം വളരെ കൺസേൺഡ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ദൈവത്തിന് അവർക്ക് വേണ്ടിയുള്ള ഉപജീവനത്തിന് വേണ്ടി ദൈവം ദേവാലയത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങളല്ല കൂടുതലായും ക്രമീകരിച്ചത്. പിന്നെയോ അവരുടെ ഭക്ഷണത്തിനായിട്ട് ദൈവത്തിൻ്റെ മേശമേൽ നിന്ന് ഭക്ഷിക്കാം. നമ്മൾ ആ ദൈവവചനം വായിക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ കാണുന്നു, നമ്മൾ അതൊക്കെ എടുത്തു പോയാൽ ഒത്തിരി സമയം ദീർഘിച്ചു പോകുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചുരുക്കമായിട്ട് പറയുന്നത്. ദൈവത്തിൻ്റെ ഭോജനമായ എന്നുള്ളൊരു പ്രയോഗം നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ ഭക്ഷണമെന്ന് പറഞ്ഞ് ഏക ഒരു കാര്യം വേദപുസ്തകത്തിൽ കാണുന്നത് ദൈവത്തിൻ്റെ മേശയിലെ അല്ലെങ്കിൽ കാഴ്ചയപ്പത്തിൻ്റെ മേശയിലെ അപ്പം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ആ അപ്പം ഭക്ഷിക്കുവാനായിട്ട് ആർക്കാണ് അവകാശം ലഭിച്ചിരിക്കുന്നത്? അത് ദേവാലയ കർമ്മങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളെ കരുതുന്നില്ലേ? ദൈവം നിങ്ങളെ കാണുന്നില്ലേ? ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നില്ലയോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിന് ഒരു സന്ദേശമുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ആഹാര കാര്യങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അവന് ഫീസ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച്, ദൈവിക ശുശ്രൂഷയിലേക്ക് വന്ന നിമിത്തം എൻ്റെ ഉപജീവനം എങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഭാരത്തോടിരിക്കുന്ന അല്ലയോ കർത്തൃദാസനെ, ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, ദൈവത്തിൻ്റെ ഉറപ്പ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. ദേവാലയ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ, ദേവാലയ കർമ്മങ്ങൾ ചെയ്യുന്നവർ ദേവാലയം കൊണ്ട് ഉപജീവനം കഴിച്ചു കൊള്ളണം. ദൈവവചനത്തിൻ്റെ ശക്തമായൊരു ഉപദേശമാണ് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 9 അധ്യായത്തിൽ നമുക്ക് തരുന്നത്. ദൈവം
പറയുന്നു, ദൈവത്തിൻ്റെ ദാസൻ പറയുന്നു, ദേവാലയ കർമ്മങ്ങൾ ചെയ്യുന്നവർ അതുകൊണ്ട് ഉപജീവിക്കണമെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞ ദൈവം തന്നെ ദൈവം പറയുന്നു, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കോട്ട കെട്ടാൻ പാടില്ല. അതുകൊണ്ട് ദൈവം തരുന്ന ഉപജീവനത്തിലുള്ള വഴി സുവിശേഷം അറിയിക്കുന്നതിൽ കൂടെയാണ്. നമ്മൾ 9-ാം അധ്യായത്തിൽ വായിക്കുന്നു, സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുവിശേഷം അറിയിക്കുന്നവൻ സൈഡ് ബിസിനസ്സിനായിട്ട് പോകാൻ പാടില്ല. സുവിശേഷം അറിയിക്കുന്നവൻ അതുകൊണ്ടൊരു ഉപജീവനം ദൈവം വെച്ചിട്ടുണ്ട്. അതൊരു ചെറിയതായിരിക്കാം, എന്നാൽ അതൊരു വലിയ അനുഗ്രഹമാണ്. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ നാളുകളിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ചെറിയ വരുമാനത്തിൽ ജീവിച്ച നാളുകളിൽ എത്ര സന്തോഷമാണ്. ഇന്നും അതിനകത്തൊരു സന്തോഷമുണ്ട്, അതിനകത്തൊരു സംതൃപ്തിയുണ്ട്. ദൈവവേല ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്ന് ഒരുപക്ഷെ പാവപ്പെട്ട ആളുകളുടെ ഇടയിൽ നിന്ന് ലഭിച്ചെടുക്കുന്ന സ്തോത്ര കാഴ്ച അത് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് തന്നെ വലിയൊരു സന്തോഷമുണ്ട്. ആ പണത്തിൻ്റെ വലിപ്പമല്ല, പിന്നെയോ ദൈവം നമുക്ക് തരുന്ന ഉപജീവനത്തിന് വെച്ചിരിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ നടത്തുമ്പോൾ അതിനകത്തൊരു വലിയ അനുഗ്രഹവും സന്തോഷവുമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു തരുവാൻ, അറിയാത്ത നന്മയുടെ വഴികളെ തുറന്നു തരുവാൻ, ആരും അടയ്ക്കാതോണം തുറന്നു തരുവാൻ കഴിവുള്ളവനാണ് കർത്താവ്. അതുകൊണ്ട് ആ കർത്താവിനെ നിങ്ങൾ വിശ്വസിക്കണം. ദേവാലയ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവം വെച്ചിരുന്ന ഒരു വഴിയാണ് കാഴ്ചയപ്പത്തിൻ്റെ മേശ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ലേവ്യ പുസ്തകത്തിൽ നമ്മൾ 24-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോഴും, ആമേൻ, പുറപ്പാട് പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോഴും, ലേവ്യ പുസ്തകം 22-ാം അധ്യായത്തിന് 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലും നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ 1 ശമൂവേൽ 21-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും ദൈവം അവരെ കരുതുന്നു എന്നുള്ളത് കൊണ്ട് ദൈവം അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആമേൻ മേശമേലെ അപ്പമാണ്. അതൊരു ചെറിയ അപ്പമല്ല എന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഓർപ്പിക്കുകയുണ്ടായി. ഏകദേശം 2 ഇടങ്ങഴി കൊണ്ടുണ്ടാക്കുന്ന ഒരപ്പം എന്ന് പറയുമ്പോൾ എത്രയോ പേർക്ക് ഭക്ഷിക്കുവാനായിട്ട് കഴിയും. പുരോഹിതന്മാർ അത് ഭക്ഷിക്കുവാനായിട്ട് ദൈവം അവർക്ക് ആലോചന പറഞ്ഞിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടി ഉള്ളത് ദൈവം കരുതിക്കൊള്ളും. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടെ ഇതൊക്കെയും തരുവാൻ അവിടുന്ന് മതിയായവനായ ദൈവമാണ്. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിച്ചാൽ മാത്രം മതിയാകും. കർത്താവ് എത്രയോ വിശ്വസ്തനാണ്, കർത്താവ് എത്രയോ നല്ലവനാണ്. എൻ്റെ ജീവിതം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തതിന് ശേഷം ധാരാളം അനുഭവങ്ങൾ എളിയവന് പറയുവാനായിട്ടുണ്ട്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ തുടങ്ങുമ്പോൾ, ഒരു സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങുമ്പോൾ അവിടുന്ന് എത്ര മതിയായവനായ ദൈവമാണ്. ഓരോ സമയങ്ങളിലും ദൈവം, ഏലിയാവിൻ്റെ ദൈവം മരിച്ചു പോയിട്ടില്ല. ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയ ദൈവം നമ്മുടെയും ആവശ്യങ്ങൾ നിർവഹിപ്പാൻ മതിയായവനായ ദൈവമാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയണം. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ നാളുകളിൽ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ ദാസന്മാരിൽ നിന്ന് പഠിച്ച ഒരു കാര്യമാണ്, നമ്മുടെ സ്വന്തമായ ഒരാവശ്യം പോലും ഒരു മനുഷ്യരോടും പറയാൻ ഇരിക്കുക. ദൈവമക്കളെ, നമ്മുടെ ആവശ്യങ്ങളൊന്നും ഒരു മനുഷ്യരോടും, വ്യക്തിപരമായ ആവശ്യങ്ങൾ ദൈവത്തോട് മാത്രമല്ലാതെ ലോകത്തിലുള്ള ഒരു മനുഷ്യരോടും പറയാൻ ഇടയാകാതിരിക്കട്ടെ. കഴിഞ്ഞ ദീർഘവർഷങ്ങളിലെ അനുഭവത്തിൽ നിന്ന് എളിവന് പറയുവാൻ കഴിയും, കർത്താവിനോടല്ലാതെ ഭൂമിയിലെ ഒരു മനുഷ്യരോടും ആവശ്യങ്ങൾ പറയാതെ കർത്താവെല്ലാം നടത്തി തന്നു. തക്ക സമയത്ത് ദൈവത്തിൻ്റെ വഴികൾ അത്ര അത്ഭുതകരമായ വഴികളാണ്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്നവനായ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്ന ദൈവദാസന്മാരെ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നിങ്ങളോട് വിശ്വസ്തനായിരിക്കും. അവിടുന്ന് കാണിക്കുന്നത് പോലെയുള്ള ഒരു വിശ്വസ്തത ലോകത്തിലെ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ലഭിക്കുകയില്ല. ദൈവത്തിൽ നിന്നുള്ള വിശ്വസ്തത. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനെന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഉള്ളിൽ ഞരങ്ങിക്കൊണ്ട് ദൈവവേല ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസനെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു,
പറയുന്നു, ദൈവം നിങ്ങളോട് കടക്കാരനായിരിക്കുകയില്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ദൈവം കടക്കാരനായിരിക്കുകയില്ല. നമ്മുടെ തലമുറകളെയൊക്കെ വെറുതെ അയച്ചു കളയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അവരെ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ഐശ്വര്യമായി അനുഗ്രഹിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. നമ്മൾ അടുത്തതായിട്ട് കാണാൻ കഴിയുന്നത് ഈ അപ്പത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഇത് പുരോഹിതന്മാർക്കുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമതായിട്ട് ഈ അപ്പം വളരെ ചിലവുള്ള അപ്പമാണ്. ഓരോ ഗോത്രക്കാരും ഓരോരോ വലിയ അപ്പം കൊണ്ടുവരുമ്പോൾ രണ്ടിടങ്ങഴി അപ്പമാണ് കൊണ്ടുവരുന്നത്. പറഞ്ഞാൽ രണ്ടുപേരുടെ ഉപജീവനത്തിനുള്ള ഒരു ദിവസത്തെ ഉപജീവനത്തിലുള്ളത് മുഴുവനാണ് കൊണ്ടുവന്ന് ദൈവസനയിൽ അർപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കുക, ദൈവം എത്രമാത്രം നമ്മിൽ നിന്ന് നമ്മുടെ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തന്നതല്ലാതെ എന്താണ് നമുക്ക് സ്വന്തമായി പറയാനായിട്ടുള്ളത്? ദൈവം തന്നിരിക്കുന്നതിൽ നിന്ന് ചിലവായി പോകാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദേവാലയത്തിന് വേണ്ടി ഉപകരണങ്ങൾ, ഓരോരോ സാധനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു, നല്ല മനസ്സോടെ കൊണ്ടുവരുന്ന ഏവരോടും വാങ്ങാം. അതുകൊണ്ട് ഈ ദേവാലയത്തിനകത്ത് കാഴ്ചമേശമേൽ വെച്ചിരിക്കുന്ന അപ്പം അത് വളരെ ചിലവുള്ളതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ദ്രവ്യം ഇല്ലാത്തവരെല്ലാവരും ഓടി വന്ന് ആമേൻ കഴിക്കേണ്ട അപ്പമാണിത് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സൗജന്യമായിട്ട് ഇത് അനുഭവിക്കുമ്പോൾ എത്രമാത്രം നമുക്ക് സന്തോഷം തരാം. യെശയ്യാപ്രവചനം 55-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു. ലേവ്യ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ ഇത് ഏകദേശം 4 റാത്തൽ തൂക്കമുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഏകദേശം 28 ഇഞ്ചോളം നീളമുള്ളതും അതുപോലെ തന്നെ 16 ഇഞ്ചോളം വീതിയുള്ളതുമായ 6 ഇഞ്ച് ഏകദേശം ഘനമുള്ളതായിരിക്കുന്ന വലിയ ഒരപ്പമായിരുന്നു എന്ന് കാണാൻ കഴിയും. അതിൽ നിന്ന് നമ്മൾ ഓർക്കണം, അത് ചിലവുള്ള അപ്പമായിരുന്നു. യേശുക്രിസ്തുവിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവം ലോകത്തിന് വേണ്ടി ഏറ്റവും വിലയുള്ളത് ദൈവം നൽകുകയായിരുന്നു. നമ്മൾ ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അബ്രഹാമിനെ എതിരേറ്റ് മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. പഴയ നിയമത്തിൽ എവിടെയെങ്കിലും കർത്തൃമേശയെക്കുറിച്ച് നമുക്ക് ഒരു പ്രതിപാദനം കിട്ടുമ്പോൾ ആദ്യത്തെ ഒരു കർത്തൃമേശയായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് മൽക്കിസദേക്ക് അവനെ അനുഗ്രഹിക്കുകയാണ്. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നവർക്ക് എന്താണ് വേണ്ടത്? ഒരനുഗ്രഹം വേണം, ഒരു സന്തോഷം വേണം, ഒരപ്പം വേണം, ഒരു വീഞ്ഞു വേണം. ദൈവത്തിൻ്റെ വേലയിൽ നിൽക്കുന്ന, സഭയിൽ ശുശ്രൂഷിക്കുന്ന അങ്ങയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഒരാഴ്ചയോളം 6 ദിവസങ്ങൾ ജീവിതത്തിന്റെ വിവിധ നിലയിൽ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നവരാണ് നിങ്ങളുടെ മുമ്പിൽ ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്കായി വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആരാധനയ്ക്കായി വന്നിരിക്കുന്നത്. അവരെ വലിയ കൂടമെടുത്തും കൊണ്ട് അവരുടെ തലയ്ക്കടിക്കാനല്ല ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെയോ അവർക്ക് അപ്പം കൊടുക്കണം, അവർക്ക് വീഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ യുദ്ധത്തിൽ നിന്ന് കഴിഞ്ഞു വന്നതിൻ്റെ ക്ഷീണമെല്ലാം മാറുന്നത് ദൈവസഭയിൽ വന്ന് ആരാധിക്കുമ്പോഴായിരിക്കണം. ദൈവത്തിൻ്റെ ദാസനെ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ മനഃപൂർവ്വം ആരെയും കുത്തി പ്രസംഗിക്കാൻ പാടില്ല. ദൈവവചനം അതിനുവേണ്ടി ഉള്ളതല്ല. ദൈവത്തിൻ്റെ ദാസന്മാരെ അതിന് ദൈവം ചുമതലപ്പെടുത്തിയിട്ടില്ല. മനഃപൂർവ്വം ദൈവവചനത്തിലെ ഒരു വാക്യത്തിൻ്റെയും കല്ലെടുത്ത് ആരുടെയും മേലെറിയുവാൻ ദൈവം നമുക്ക് അവകാശം തന്നിട്ടില്ല. അവർക്ക് ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാം, അവരെ സമാധാനിപ്പിക്കുന്ന വാക്കുകൾ പറയാം. അവരുടെ ഉള്ളിൽ വേദന കൊണ്ട് പിടയുമ്പോൾ അതിനകത്തേക്ക് വീഞ്ഞിന്റെ സന്തോഷത്തിന്റെ എണ്ണ പുരട്ടുന്ന ഒരു ശുശ്രൂഷ ദൈവ നാളുകളിൽ ദൈവദാസന്മാരെ കൊണ്ട് ചെയ്യിക്കട്ടെ. നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടെയുള്ളതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കട്ടെ. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, ആമേൻ, ആത്മീയ വർധന തമ്മിൽ ആത്മീയ വർധനയ്ക്ക് ആമേൻ ഉള്ളതല്ലാതെ അരുതാത്തൊന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുക പോലും അരുത്. നമ്മളൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ഓർക്കണം, ഇത് അനേകർക്ക്, അവിടെ ഇരിക്കുന്നവർക്ക് ആത്മീയ വർധന വരുത്തുന്നതാണോ? അപ്പോൾ ഇവിടെ അബ്രഹാം യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവിടെ ഇതാ അബ്രഹാമിനെ എതിരേറ്റ് മൽക്കിസദേക്ക്
അപ്പവും വീഞ്ഞും കൊടുത്ത് അവനെ അനുഗ്രഹിക്കുകയാണ്. നമുക്ക് ഏറ്റവും സന്തോഷം തരേണ്ട ഒരു വസ്തുത, കൂടെ 318 ആളുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർക്കാർക്കും അപ്പം കൊടുത്തില്ല. മൽക്കിസദേക്ക് അബ്രഹാമിന് മാത്രമേ അപ്പം കൊടുത്തുള്ളൂ. നമ്മൾ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരെല്ലാവരും ഒരുപക്ഷെ യുദ്ധത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതൊക്കെ കഴിച്ചു കാണും. എന്നാൽ അബ്രഹാം കഴിച്ചത് മൽക്കിസദേക്ക് കൊടുത്ത അപ്പമാണ്. ഇവിടെ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു വസ്തുത, അവൻ ആ അപ്പം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ പ്രകൃതം മാറി. അഥവാ അബ്രഹാം പറയുകയാണ്, ആമേൻ, അത്യുന്നതനായ ദൈവത്താൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടതിന് ശേഷം കുറെ കഴിയുമ്പോൾ സോദോം രാജാവിനോട് പറയുന്നു, അബ്രഹാം പറയുകയാണ്, അത്യുന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവം എന്നുള്ള 3 പ്രയോഗങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്നാൽ അതിന്റെ മധ്യഭാഗത്തായിട്ട് ഈ സോദോം രാജാവിനോട് അവൻ പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് ഒന്നും വാങ്ങുകയില്ല. അവന്റെ കാഴ്ചപ്പാട് മാറി. ദൈവത്തിന്റെ വൈതലെ, നിങ്ങൾ ആത്മാവിൽ ചിലതെല്ലാം പ്രാപിച്ചു കഴിയുമ്പോൾ, കർത്തൃമേശ കഴിയുമ്പോൾ നമ്മളെ ചിലതൊക്കെ ആത്മാവിൽ പ്രാപിക്കാനിടയായി തീരും. ആത്മാവിൽ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറും. നമ്മുടെ ദൈവം ആരാണെന്നുള്ളത് മനസ്സിലാകും. അവന് മനസ്സിലായി, സ്വർഗത്തിന് അധികാരി ദൈവമാണ്, ഭൂമിയുടെ അധികാരി ദൈവമാണ്, ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ എല്ലാം അധികാരി ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ സോദോം രാജാവ് കൊണ്ടുവന്നിരിക്കുന്ന ഈ താണ സാധനങ്ങൾക്കൊന്നും ഒരു വലിയ വിലയില്ല. ഇവിടുത്തെ പൊന്നിനോ വെള്ളിക്കോ യുദ്ധത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കൊള്ളയ്ക്കുമോ ഒരു വിലയുമില്ല. പിന്നെയോ വിലയുള്ളത് അത്യുന്നതനായ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വിലയുള്ളത്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന വസ്തുത, അവന് ആ കാഴ്ചപ്പാട് ലഭിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, വിശുദ്ധ ആമേൻ ആ പുരോഹിതന്മാർ ഇതാ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കൾ ഓർക്കേണ്ടത്, ഇത് പുറത്തു കൊണ്ടുപോയി ഭക്ഷിക്കാൻ പ്രമാണമില്ല എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ വെച്ച് ഇത് ഭക്ഷിക്കണം. റോമലേഖനം 14-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ആമേ, ലോകത്തിൽ ഉള്ള കളങ്കം നമ്മൾ പറ്റാതെ, ആമേ, ലോകത്തിലുള്ളത് മാലിന്യങ്ങളിലേക്ക് നമ്മൾ പോയി അവിടെ വെച്ചല്ല ഭക്ഷിക്കേണ്ടത് എന്ന ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. അത് മാത്രമല്ല, ആമേൻ, 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആത്മീയമായി നമ്മളത് വിതച്ച് ആത്മീയമായത് കൊയ്യാൻ ഇടയായി തീരണം എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അതുമാത്രമല്ല, ഇത് ദേവാലയത്തിന്റെ വലത്തുവശത്ത് കാഴ്ചയപ്പത്തിന്റെ മേശ വയ്ക്കുവാനായിട്ട് ദൈവം പറഞ്ഞു. ദേവാലയം കിഴക്കോട്ട് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ വലത്തുവശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് അനുഗ്രഹത്തെയാണ് കാണിക്കുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം എവിടെ നിന്ന് വരുന്നു? ദൈവത്തിൽ നിന്ന് വരുന്നു. ദൈവത്തിന്റെ ആലയത്തിന്റെ മുഖം കിഴക്കോട്ട് നിർത്തിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ സ്ഥലത്താണ്, വശത്താണ് നമ്മൾ ഈ കാഴ്ചയപ്പത്തിന് മേശ ഇരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുമ്പോൾ ഞാനതൊന്ന് ഉപസംഹരിച്ച് പറയട്ടെ. കാഴ്ചയപ്പത്തിന്റെ മേശ ക്രിസ്തുവിനെ കാണിക്കുന്നു. കാഴ്ചയപ്പത്തിന്റെ മേശയിലുള്ള വസ്തുക്കൾ എല്ലാം തന്നെ ക്രിസ്തുവിന്റെ നിഴലായിരുന്നു. അവ നേരിയ മാവായിരുന്നു. അത് മാത്രമല്ല, നമുക്ക് കാണാൻ കഴിയുന്നു അത് വിലയുള്ളതായിരുന്നു. അത് പുരോഹിതന്മാർക്കുള്ളതായിരുന്നു. അത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കേണ്ടതായിരുന്നു. പുറത്തുള്ളവർക്ക് ആർക്കും അവകാശമില്ലാത്തതായിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. നമ്മൾ ഏറ്റവും സന്തോഷിപ്പിക്കേണ്ട ഒരു കാര്യം, ദേവാലയ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവം വെച്ചിരുന്ന ഈ സാധനം ദേവാലയത്തിലെ എല്ലാ പുരോഹിതന്മാർക്കും വേണ്ടി ദൈവം വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. കർത്താവ് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ലേവിയെ സംബന്ധിച്ചിടത്തോളം ലേവി പൗരോഹിത്യം ഉള്ള എല്ലാ ആളുകൾക്കും ഉള്ള ഒരു പ്രശ്നം, അവരുടെ പൗരോഹിത്യം നിലനിൽക്കുന്നതിന്റെ കാരണം അവർക്ക് സഹോദരന്മാരോടുകൂടെ അവകാശമില്ല. യഹോവ തന്നെ അവരുടെ അവകാശം എന്ന് പറഞ്ഞിരിക്കുന്നു. യോശുവ എല്ലാം വീതിച്ച് ഇസ്രായേൽ മക്കൾ 12 ഗോത്രങ്ങളിലുള്ള ആളുകൾക്ക് വിഭാഗിച്ചു കൊടുക്കുമ്പോൾ ദൈവം ഒരു ഗോത്രത്തിന് മാത്രം
ഒന്നും കൊടുക്കാതിരുന്നു. ദൈവം അവരോട് പറഞ്ഞു, ദൈവം തന്നെ നിങ്ങളുടെ അവകാശം, യഹോവ തന്നെ നിങ്ങളുടെ അവകാശമെന്ന് ലേവ്യപുസ്തകം 10-ാം അധ്യായത്തിൽ ദൈവം അവരോട് പറഞ്ഞു. ആ പ്രോമിസാണ് നമ്മളെ ദൈവവേലയിൽ നിലനിർത്തുന്നത്. കർത്താവ് ഈ വചനങ്ങളാ നിങ്ങളെ ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവത്തിന്റെ വാഴ്വുകൾ നിങ്ങളുടെ ഭവനങ്ങളിൽ വാഴട്ടെ. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ കർത്താവിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരുമാറാകട്ടെ. ഈ സന്ദേശവും നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുകയാണ്. നമ്മളെ ശുശ്രൂഷിക്കുന്നവർ അവർ നമ്മളുടെ ആത്മാക്കൾക്ക് വേണ്ടി കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ ഞരങ്ങിക്കൊണ്ട് ശുശ്രൂഷിപ്പാനായി ഇടയാകരുത്. കർത്താവിൻ്റെ വേലയിൽ അത്യധ്വാനം ചെയ്യുന്നവർ, ദൈവവചനത്തിൽ അധ്വാനിക്കുന്നവർ, അവർക്ക് നിശ്ചയമായും നമ്മുടെ കൈത്താങ്ങലുകൾ ആവശ്യമാണ്. അവരെക്കുറിച്ച് നമ്മൾ കൺസേൺഡ് ആയിരിക്കണം. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ദൈവദാസന്മാർ, ഏതെങ്കിലും ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവർ നമ്മുടെ അടുത്തെവിടെയെങ്കിലും ഭാരത്തോടെയോ പ്രയാസത്തോടെയോ ആയിരിക്കുന്നുവെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടുന്ന കൈത്താങ്ങലുകൾ നമ്മളാലാവത് നമുക്ക് ചെയ്തു കൊടുക്കാം. ആ വിധത്തിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ദൈവദാസന്മാർക്കായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല, അതേസമയം അവരെക്കുറിച്ചുള്ള ഒരു കൺസേൺ ദൈവസഭയിലുള്ളവർക്ക് ഉണ്ടാകുവാൻ, ആരെങ്കിലും നെഗ്ലക്റ്റഡ് ആയിരിക്കുന്നു എന്ന് ഏതെങ്കിലും ദൈവദാസന്മാർക്ക് തോന്നുന്നുവെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ സഭയിൽ നിന്ന് മാറിപ്പോകുവാൻ, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് മാറിപ്പോകുവാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ സന്തോഷത്തോടെ വേല ചെയ്യത്തക്കവണ്ണം അവർക്ക് ജീവിതത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ച് കിട്ടുവാനായി നമുക്ക് നമ്മളെ തന്നെ അവൈലബിൾ ആക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വേലയിൽ അത്യധ്വാനം ചെയ്യുന്ന അങ്ങയുടെ ദാസന്മാരുടെ ആവശ്യങ്ങൾ നിർവഹിക്കത്തക്കവണ്ണം നീ കൺസേൺഡ് ആണ് എന്ന് അവിടുന്ന് കേൾപ്പിച്ചതിനായി സ്തോത്രം. ഏലിയാവിനെ വിളിച്ച് ഒരു കാക്കയെ കൊണ്ട് പുലർത്തിയവനായ ദൈവമേ, ഏലിയാവിനെ പറഞ്ഞയച്ചതിന് ശേഷം ഒരു വിധവയെ കൊണ്ട് പുലർത്തിയവനായ ദൈവമേ, മനുഷ്യരുടെ ബുദ്ധിക്ക് അതീതമായി പ്രവർത്തിക്കുന്നവനായ സർവശക്തനായ ദൈവമേ, ആരെങ്കിലും ഹൃദയത്തിൽ വേദനയോടെ അങ്ങയുടെ ദാസന്മാർ, അങ്ങയുടെ വേലക്കാർ, അങ്ങയുടെ ശുശ്രൂഷകർ ആരെങ്കിലും നിരാശയിലും വേദനയിലും കഴിയുന്നെങ്കിൽ ഇന്ന് അവരുടെ അടുക്കലേക്ക് മറുപടിയുടെ ദൂതനെ ഇറക്കും എന്നുള്ളതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെയുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വരുമാനം വർദ്ധിപ്പിച്ചു കൊടുക്കണം, ചിലവുകളെ അവിടെ നിയന്ത്രിക്കണം. ഒറ്റ ദിവസം പോലും അവരുടെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുവാൻ അനുവദിക്കരുത്. ധാരാളം കർത്താവേ ഹല്ലേലൂയ ലോകത്തിൽ ആമേൻ ഹല്ലേലൂയ നന്മകളുണ്ട്. അത് ആമേൻ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്മേൽ പകർന്നു കൊടുക്കുവാൻ അങ്ങ് മതിയാതീയമാകുന്നത് കൊണ്ട് വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും ശുശ്രൂഷിച്ചതിനാലും തന്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹത്തെ മറന്നുകളാവാൻ തക്കവണ്ണം അങ്ങ് അനീതിയുള്ള ദൈവമല്ലാത്തത് കൊണ്ട് സ്തോത്രം. വരും ദിവസങ്ങളിൽ ആമേൻ നീ പ്രതിഫലം നൽകി ആദരിക്കുമെന്നുള്ളതിനായി സ്തോത്രം. അങ്ങനെയുള്ള ഞെരുക്കമുള്ള എല്ലാ ദൈവദാസന്മാരുടെ ജീവിതത്തിൽ നിന്ന് കടഭാരങ്ങൾ, ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ സമൃദ്ധി വരുമാറാകട്ടെ. അവരുടെ പട്ടിണിയും ദാരിദ്ര്യവും വസ്ത്രത്തിലുള്ള ദാരിദ്ര്യം അവരുടെ ഭവനത്തിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും മികച്ച കുഞ്ഞുങ്ങളായി മാറട്ടെ. ഏറ്റവും മികച്ച പഠനം അവർക്ക് ലഭിക്കുമാറാകട്ടെ. പഠനം ആമേൻ നിർത്തിക്കളയുവാൻ ആമേൻ ഇന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ കുടുംബത്തിനായി ആമേൻ ആ ദൈവദാസന്റെ പൈതലിനായി പ്രാർത്ഥിക്കുന്നു. അറിയാത്ത നന്മയുടെ വഴികളെ ഇപ്പോൾ തന്നെ അങ്ങ് തുറന്നു കൊടുക്കുമെന്നുള്ളതിനായി സ്തോത്രം. കർത്താവ് മഹത്വം എടുക്കണം. യേശു ക്രിസ്തു മുഖാന്തരം എളിയവർ ചോദിക്കുന്നു, കൃതോനി കേൾക്കുമാറാകണമേ. ആമേൻ.